ഷാഫി പറമ്പിൽ MBA എന്തിനാണ് വഴിതടയുന്നത്? അദ്ദേഹം ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ അദ്ദേഹം ആരെങ്കിലും ബലാത്സംഗം ചെയ്യുകയോ അദ്ദേഹം ആരെങ്കിലും പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പെൺകുട്ടികളും ഇതുവരെ പരാതിയും കൊടുത്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തെ വഴിതടയുന്നു, അദ്ദേഹത്തെ തെറിവിളിക്കുന്നു, അദ്ദേഹത്തെ റോഡേ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു, വടകരയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തിനാണിതൊക്കെ? അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഒരു വലിയ അപരാധമാണോ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് MLA ആയി മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഷാഫി പറമ്പിൽ ഒരുക്കി കൊടുത്തു. അതൊരു കുറ്റമാണോ? അത് അദ്ദേഹത്തിന്റെ ബാധ്യതയല്ലേ? അവർ രണ്ടുപേരും ഒരേ പാർട്ടിക്കാരല്ലേ? ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആത്മാർത്ഥമായി അദ്ദേഹത്തിനെ വിജയിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെയും കൂടെ ആവശ്യമാണ്. ഇത് ചെയ്തതിനാണോ അദ്ദേഹത്തിന് വഴി നടക്കാൻ സമ്മതിക്കില്ല, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്? തൻ്റെ കൂട്ടുകാരന് കിട്ടിയ സീറ്റ് സ്വന്തം കഴിവുകൾ കൂടി ഉപയോഗിച്ച് മുമ്പിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വിജയിപ്പിച്ചതിനാണോ അദ്ദേഹത്തെ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്? ഒരു കൂട്ടുകാരനോട് ഇത്രയും ആത്മാർത്ഥമായി സ്നേഹം കാണിച്ച് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ചതിനാണോ അദ്ദേഹത്തിനെ ഇത്രയും തെറി വിളിക്കുന്നതും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതും? ഇത് എന്ത് തരം നീതിയാണ്? രാഹുൽ മാങ്കൂട്ടം ആരെയെങ്കിലും പീഡിപ്പിച്ചതിനും മോശമായി പെരുമാറിയതിനും ഷാഫിയെയാണോ വഴിയിൽ തടയുന്നതും തെറി വിളിക്കുന്നതുമൊക്കെ? രാഹുൽ മാങ്കൂട്ടം ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെതിരെ ആരെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം മാന്യമായി തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം മാന്യമായി രാജിവെച്ചിരിക്കുന്നു. പിന്നെ നിയമപരമായി തന്നെ അദ്ദേഹത്തിനെതിരെ പോലീസും കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നമുക്കെല്ലാം എത്രയോ കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെടുകയോ ബലാത്സംഗം ചെയ്യുകയോ പീഡിപ്പിക്കുകയോ കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളെയാണോ വന്ന് പോലീസ് പിടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെയാണോ നാട്ടുകാർ വന്ന് തല്ലുന്നത്? നമ്മളോട് സ്വാഭാവികമായിട്ടും പോലീസുകാരോ നിയമപാലകരോ ഒക്കെ ചോദിക്കും നമ്മളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നോ? ഇദ്ദേഹം ഇതുപോലെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാം. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളെ വന്ന് അവൻ ചെയ്ത കുറ്റത്തിന് നമ്മളെ വന്ന് പിടിച്ചോണ്ട് പോവുമോ? അല്ലെങ്കിൽ നമ്മളെ റോഡിലിട്ട് അടിക്കുമോ? ഇതേ പ്രവൃത്തിയല്ലേ ഇപ്പൊ ഷാഫി പറമ്പിലിനോട് ചെയ്യുന്നത്? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. പിന്നെ അവരൊക്കെ യുവാക്കളല്ലേ, ശക്തമായി വളർന്നു വരുന്ന രണ്ട് നേതാക്കളാണ്. അതിലൊരു നേതാവ് ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തെങ്കിൽ ഇദ്ദേഹം എന്ത് പഴച്ചു? അതിന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകളോ കാര്യം? അദ്ദേഹം അതിന് മാന്യമായ മറുപടിയും പറഞ്ഞു. അതുപോലെ ഇങ്ങനെയാണെങ്കിൽ നാളെ നമുക്കൊക്കെ എങ്ങനെ ഭാര്യമാരെ നോക്കാൻ പറ്റും? ഈ നാട്ടിലുള്ള ആണുങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലുമൊക്കെ എവൻ്റെയോടെങ്കിലും ഓടിക്കളഞ്ഞു കഴിഞ്ഞാൽ നീയാണല്ലടാ ഇത്ര നാൾ ഇവന്റെ ഭർത്താവായിരുന്നത്, അതുകൊണ്ട് നീയാണ് കുറ്റക്കാരനെന്ന് പറയുമല്ലോ. ഇത് നീതിയാണോ? അവൾക്ക് ഇഷ്ടമുള്ളവരോടെ പോയി. അതിന് ഈ മനുഷ്യൻ എന്ത് ചെയ്ത്? അവളെയല്ലേ പിടിക്കേണ്ടത്? അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയവനല്ലേ പിടിക്കേണ്ടത്? അതിന് പകരം ചുമ്മാ വീട്ടിൽ ഇത്രയും കാലം അവൾക്ക് ചെലവിന് കൊടുത്ത് കുട്ടികളെ നോക്കിയവനാണോ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്, നാട്ടുകാർ വന്നിട്ട് എടുത്തിട്ട് തല്ലുന്നത്? ഇത് തന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്? മാങ്കൂട്ടം ചെയ്ത കുറ്റത്തിന് ഷാഫി പറമ്പിലിനെ വഴി നടക്കാൻ സമ്മതിക്കില്ല, റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല, മുഴുത്ത തെറിയാ വിളിക്കുന്നത്. അദ്ദേഹത്തിന് എന്തൊരു തെറികളാണ് വിളിക്കുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ കാര്യം? നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഇതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു MLA ആണ് മിസ്റ്റർ മുകേഷ് MLA. ആ മുകേഷ് MLAയുടെ കൂടെ എത്രയോ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു, എത്രയോ സ്റ്റേജ് ഷോകളിൽ അവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്നു. പണ്ട് ഒരു ബോയിങ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അതിലൊക്കെ അവർ നല്ല സുഹൃത്തുക്കളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, അടുത്ത കാലം വരെ അവർ തമ്മിലുള്ള സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുകേഷ് ചെയ്ത കുറ്റത്തിന് മോഹൻലാലിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതാണോ മര്യാദ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ മോഹൻലാലിനെ ഏതായാലും ഓടിച്ചിട്ട് ഓടിക്കുകയും പുറകെ നടന്ന് തെറി വിളിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ഒക്കെ ചെയ്തോ? നീയല്ലേ മുകേഷിന്റെ കൂടെ ഇത്രയും കാലം അഭിനയിച്ചത്, അതുകൊണ്ട് നീയും കുറ്റക്കാരനാണെന്ന് പറയുന്നതാണോ മര്യാദ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കേരളത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. വേറൊരുത്തം ചെയ്തതിന്റെ കുറ്റത്തിന് മറ്റൊരാളെ ശിക്ഷിക്കുന്ന രീതി, മറ്റൊരാളെ വഴിതടയുന്ന രീതി. മാങ്കൂട്ടം തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കണം, കോടതിയെ സമീപിക്കുക. പെൺകുട്ടികൾ കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പിടിക്കുക. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അയാൾ ശിക്ഷ അനുഭവിക്കാനും ബാധ്യസ്ഥനാണ്. അതിന് ചുമ്മാ നടക്കുന്ന ഷാഫിയെ പിടിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലും മാങ്കൂട്ടവും ഇങ്ങനെ 4-5 ചെറുപ്പക്കാർ കോൺഗ്രസിൽ ശക്തമായി വളർന്നു വരുന്നു. അവരുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റു ഒരു പാർട്ടികൾക്കും ഇത്തരം ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. ഇത്രയും ജനസ്വാധീനമുള്ള, ഇത്രയും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോട്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള യുവാക്കൾ മറ്റു പാർട്ടികളിലില്ല. ആ പാർട്ടികളുടെ അസൂയയും കുശുമ്പുമാണ് ഇതിനെല്ലാം കാരണമായി ഈ 2 ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ വേണ്ടി അവരെ നാമാവി
നാമാവിശേഷമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. അടുത്ത ഇലക്ഷനിലും വടകരയിൽ ഷാഫി എന്ന് പറയുന്ന വ്യക്തി മത്സരിച്ചു കഴിഞ്ഞാൽ ഇനി കേരളത്തിലെ ഏത് ശക്തനായ ഒരു നേതാവ് മത്സരിച്ചാലും ആ പയ്യന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും. അതവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ പയ്യനെ ടാർഗറ്റ് ചെയ്ത് അവനെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മാങ്കൂട്ടം ജയിച്ച മണ്ഡലത്തിൽ നിന്നും ഇനി വേറൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ നിന്ന് ജയിച്ചു വരാൻ കഴിയില്ല എന്ന് എതിർ പാർട്ടികൾക്ക് എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കള്ളക്കഥകളെല്ലാം മെനഞ്ഞുവിടുന്നത്. എന്തായാലും ഈ രീതി കേരളത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റൊരാളെ ശിക്ഷിക്കുന്ന രീതി കേരളത്തിൽ ഒരു പുതിയ തുടക്കമാണ്. ഇത് തുടർന്നാൽ കേരളത്തിൽ ഇനി ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരു നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് പോലും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ ആവും. ഭാര്യ ഓടിക്ക് പോയി കഴിഞ്ഞാൽ എത്ര സംരക്ഷിക്കുന്ന ഒരു ഭർത്താവായാലും അവന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. അതാണ് കേരളത്തിൽ പുതിയ തുടക്കം കുറിക്കുന്നതിന്റെ തുടക്കം.